മക്കളെ, സ്റ്റഡി ടേബിളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വരി, നമുക്ക് കെമിസ്ട്രിയിലെ 4th ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അഥവാ വാതക നിയമങ്ങളും മോൾ സങ്കല്പനം എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ കഴിഞ്ഞ പരീക്ഷകളിൽ SLC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള അതേപോലെ തന്നെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെ ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ മുമ്പ് 2 ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സുകൾ പോയി കാണുക. മാത്രമല്ല, നമ്മൾ പുതിയതായി ടെക്സ്റ്റിൽ ഈ ചാപ്റ്ററിൽ ആഡ് ചെയ്തിട്ടുള്ള പുതിയ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. കൃത്യമായി പെന്ന് നോട്ടൊക്കെ എടുത്ത് കൃത്യമായിട്ട് പറയുന്ന ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് എഴുതുക. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ സമവാക്യം ഇക്വേഷൻസ് എഴുതിയിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പിൽ അതിന് വാല്യൂ കൊടുത്ത് ഉത്തരത്തിലേക്ക് പോകുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ ഉത്തരം എഴുതുക. കാരണം പരീക്ഷ പേപ്പർ നോക്കുന്ന ആൾക്ക് ഇത് നിങ്ങൾ വെറുതെ എന്തെങ്കിലും വെച്ച് എഴുതിയതല്ല, കൃത്യമായ ധാരണയോടുകൂടെ തന്നെ എഴുതിയതാണ് എന്നറിഞ്ഞ് വേഗത്തിൽ മാർക്ക് കിട്ടാൻ സഹായിക്കുന്ന രൂപത്തിൽ കൃത്യമായി ഇക്വേഷൻസ് എഴുതിയിട്ട് മാത്രമേ നിങ്ങൾ വാല്യൂ കൊടുത്ത് ഉത്തരത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഇനിയും സ്റ്റഡി ടേബിൾ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. മാത്രമല്ല, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി കൃത്യമായ ധാരണ കിട്ടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലിങ്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ 3rd പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുക. 90 ഗ്രാം ജലത്തിൽ എത്ര GMM അടങ്ങിയിട്ടുണ്ട്? മക്കളെ, GMM എന്ന വാക്ക് പഴയ വാക്കാണ്. ഇപ്പൊ നമ്മൾ ആ GM എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മോളാർ മാസ് എന്ന വാക്കാണ്. അപ്പോ പഴയ ചോദ്യ പേപ്പറിലെ ചോദ്യമാണ്, 2023 SLC പരീക്ഷ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പൊ GMM എന്നതിന് പകരം ഇനി നമുക്ക് തരുന്ന വാക്ക് എന്തായിരിക്കും? മോളാർ മാസ് എന്നുള്ള വാക്കായിരിക്കും. ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? നമുക്ക് മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. ഹൗ മെനി മോൾസ് ആർ പ്രസന്റ് ഇൻ 90 ഗ്രാം വാട്ടർ 90 ഗ്രാം ആണ്. ഫൈൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ മക്കൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. മോളാർ മാസ് എന്ന് പറയുമ്പോൾ എന്തിനു തുല്യാണ്? മോളുകൾക്ക് തുല്യാണ് അല്ലെ? അതായത് 1 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 1 മോളാണ്. 2 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 2 മോളാണ്. അപ്പൊ എത്ര മോളാർ മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചോദ്യം? എത്ര മോൾ ഉണ്ട് തന്നെയാണ്. എത്ര മോളാർ മാസ് അടങ്ങിയിട്ടെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താടാ? എത്ര മോൾ ഉണ്ട്? ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് എന്ന് ചോദിക്കുന്നതും ഫൈൻഡ് നമ്പർ ഓഫ് മോളാർ മാസ് എന്ന് ചോദിക്കുന്നതും സെയിം ആണ്. അപ്പൊ ഈ മോളാർ മാസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ ഇവിടെ 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ ഉണ്ട് എന്നാണ് ചോദ്യം അല്ലെ? 90 ഗ്രാം വാട്ടറിൽ എത്ര മോൾ ഉണ്ട് എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടടാ. അതായത് 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു ഗ്യാസ് ആണെങ്കിലും ഏതൊരു വാതകമാണെങ്കിലും 1 മോള് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട എന്താ? അതിന്റെ വെയിറ്റ് ആലോചിക്കുക. എത്രയാണ് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ്? ഇവിടെ H2O വാട്ടർ ആണല്ലോ പറയുന്നത്. 1 മോള് H2O നിങ്ങൾ എന്താ ആലോചിക്കുക? H2Oക്ക് ഒരു മോളിക്കുലർ മാസ് ഉണ്ടാവും. H2Oക്ക് എന്തുണ്ടാവും? ഒരു മോളിക്കുലർ മാസ് ഉണ്ടാവും. ആ മോളിക്കുലർ മാസ് എത്രയാണോ അത്രയും ഗ്രാമാടാ 1 മോൾ H2O എന്ന് പറഞ്ഞാൽ. അപ്പൊ മോള് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഓർമ്മിക്ക് വരേണ്ടത് മോള് എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ് കേട്ടോ. ഓക്കെ, എത്രയായിരിക്കും ഒരു മോളിന്റെ വെയിറ്റ്? എത്രയാണോ അതിന്റെ മോളിക്കുലാർ മാസ്, അത് ഗ്രാം പറഞ്ഞാൽ അതാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 1 മോളിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു 1 മോൾ എന്ന് പറയുമ്പോൾ അടുത്തങ്ങ് ഓർമ്മിക്ക് വരേണ്ടത് 22.4 22.4 ലിറ്റർ എന്ന വാക്കാണ്. അതായത് 1 മോള് ഏത് ഗ്യാസ് എടുത്താലും 1 മോള് ഏത് വാതകം എടുത്താലും അതിന്റെ വ്യാപ്തം STPയിലെ വ്യാപ്തം അഥവാ വോളിയം അറ്റ് STP എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 മോളാണെങ്കിൽ 22.4 ആയിരിക്കും അല്ലെ? മോള് കൂടുന്നതനുസരിച്ച് 2 മോളാണെങ്കിൽ 2 × 22.4 ലിറ്റർ ആയിരിക്കും STPയിൽ. 10 മോളാണെങ്കിൽ 10 × 22.4 ആയിരിക്കും STPയിൽ. ഓക്കെ, 1 മോൾ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട 3ാമത്തെ കാര്യം എന്തേന്ന് മക്കളെ? 3ാമത്തെ എന്തേതാ? അതായത് തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം. 1 മോള് അല്ലെങ്കിൽ 1 മോളാർ മാസ് ഏത് ഗ്യാസ് എടുത്താലും ഏത് വാതകം എടുത്താലും അതിൽ എത്ര തന്മാത്രകൾ ഉണ്ടാകും? എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ മോൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മോളാർ മാസ് എന്ന് പറയുമ്പോൾ
ഈ പറഞ്ഞ വെയിറ്റ് മോളിക്കുലർ മാസ് ഗ്രാമിൽ പറയുന്നതാണ്. അതേപോലെ തന്നെ STPയിലെ വോളിയം, STPയിലെ വ്യാപ്തം 22.4 ആയിരിക്കും. തന്മാത്രകളുടെ എണ്ണം അഥവാ മോളിക്യൂൾസിന്റെ എണ്ണം 6.022 ഇൻറ്റു 10⁻³ ഇങ്ങനെ ഈ 3 കാര്യം ഒരു മോൾ എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ 90 ഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ എത്ര മോളാർ മാസ് ഉണ്ട്, എത്ര മോൾ ഉണ്ട് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഓർമ്മയിലേക്ക് വരണം ഇതാ ജലത്തിന്റെ മോളിക്കുലാർ മാസ്. മക്കളെ ചോദ്യത്തിൽ ഉണ്ടടാ, ഇവിടെ നോക്ക് ജലത്തിന്റെ മോളിക്കുലാർ മാസ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ മോളിക്കുലാർ മാസ് തരൂല, എന്താ തരിക, അറ്റോമിക് മാസവും തരിക. മോളിക്കുലാർ മാസ് നേരിട്ട് തരണമെന്നില്ലടാ, ചിലപ്പോൾ അറ്റോമിക് മാസവും തരിക. എങ്ങനെ അറ്റോമിക് മാസ് തരിക? ഈ ചോദ്യം തന്നിട്ട് ഇത് തരും, ഇതില് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ് എന്ന് തരും. നേരിട്ട് മോളിക്കുലാർ മാസ് തരണം എന്നൊരു ഉറപ്പില്ല കേട്ടോ. പല ചോദ്യങ്ങളിലും അറ്റോമിക് മാസ് തരിക. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം H2Oയുടെ മോളിക്കുലാർ മാസ് കാണടാ. എങ്ങനെ H2Oയുടെ മോളിക്കുലാർ മാസ് കാണാം. H2O എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ അല്ലേ, ഇതാ ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ 2 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 × 1. നമ്മൾ ഹൈഡ്രജന്റെ കാര്യം പറഞ്ഞടാ, ഹൈഡ്രജന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരെ കാര്യം പറയാനുള്ളത്, ഓക്സിജന്റെ കാര്യം. എത്ര H2O എന്ന് പറഞ്ഞാൽ എത്ര ഓക്സിജൻ ഉണ്ട്, ഒരു ഓക്സിജൻ അല്ലേ. ഓക്സിജന്റെ താഴങ്ങളൊന്നും കാണുന്നില്ലല്ലോ, താഴൊന്നും കാണില്ല എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ അല്ലേ. അപ്പൊ ഒരു ഓക്സിജൻ ആണെങ്കിൽ 1 × ഓക്സിജൻ അറ്റോമിക് മാസ് 16 അല്ലെ. എങ്ങനെ നമ്മൾ മോളിക്കുലർ മാസ് കാണിട്ടാ, പരീക്ഷയ്ക്ക് പല ചോദ്യങ്ങളിലും അറ്റോമിക് മാസ് തരുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ മോളിക്കുലർ മാസ് കാണേണ്ടി വരും കേട്ടോ. അപ്പൊ H2Oയുടെ മോളിക്കുലർ മാസ് 2 × 1 എന്ന് പറഞ്ഞാൽ 2, 1 × 16 എന്ന് പറഞ്ഞാൽ 16. അപ്പൊ 2 + 16 എന്ന് പറഞ്ഞാൽ എത്രയാടാ, 18. അപ്പൊ ഈ ചോദ്യത്തിൽ 18 എന്നുള്ളത് നേരിട്ട് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ചോദ്യത്തിലും ഇങ്ങനെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞ നേരെ തരണം എന്നില്ല, എന്താവും തരിക, അറ്റോമിക് മാസ് ആവും. അപ്പൊ അറ്റോമിക് മാസ് ഇങ്ങനെ ഇതേപോലെ ഹൈഡ്രജൻ 1, ഓക്സിജൻ 16 എന്ന് പറഞ്ഞ് തന്നാൽ ആദ്യം ഇതിന്റെ മോളിക്കുലാർ മാസ് ഇതേപോലെ കാണാൻ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം കുട്ടികളെ, H2Oയുടെ ജലത്തിന്റെ മോളിക്കുലാർ മാസ് 18 എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എഴുതും അങ്ങനെയാണെങ്കിൽ 1 മോൾ H2O എന്ന് പറഞ്ഞാൽ എടാ 1 മോൾ എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞ പോലെ അല്ലെ. 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറയല്ലേ. അപ്പോ 1 മോൾ H2O എന്ന് പറഞ്ഞാൽ 18 ഗ്രാം H2O ആണ്, 18 ഗ്രാം H2O ആണ് ആണല്ലോ. നമ്മളിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 90 ഗ്രാം ആണ്, 90 ഗ്രാം ആണ്. ആ 90 ഗ്രാമില് എത്ര മോളാർ മാസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ മാസുകളുടെ എണ്ണം അങ്ങനെ എഴുതുക, സമവാക്യം അങ്ങനെ എഴുതുക. എങ്ങനെ എഴുതിക്കോളി, മോളാർ മാസുകളുടെ എണ്ണം സമം തന്നിട്ടുള്ള മാസ് ബൈ മോളാർ മാസ്. തന്നിട്ടുള്ള മാസ് ബൈ മോളാർ മാസ് അല്ലെ തന്നിട്ടുള്ള മാസ് ബൈ മോളിക്കുലാർ മാസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എത്രടാ, 90 ഗ്രാം ആണ്. 90 ഗ്രാം ആണ്. നമുക്കറിയാം 1 മോൾ ആണെങ്കിൽ 18 ഗ്രാം ആണ് അല്ലെ. 1 മോൾ ആണെങ്കിൽ 18. അപ്പൊ 90/18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 5 കിട്ടും. 5 മോളാർ മാസ്. എത്ര GMM ഉണ്ടല്ലേ, എത്ര മോളാർ മാസ് ഉണ്ടടാ, 5 മോളാർ മാസ്. കാരണം നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന് മോളിക്കുലർ മാസ് ഗ്രാം പറഞ്ഞാൽ മതി. ഇവര് പറഞ്ഞത് അങ്ങനെ 90 ഗ്രാം ഉണ്ട്, എത്ര മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 90/18 = 5. ഇനി മക്കളെ അടുത്തത്, ഇതിൽ എത്ര തന്മാത്രകൾ ഉണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദ്യം. നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിയുടെ ആൻസർ എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം ബിയുടെ ആൻസർ. 1 മോള് എന്ന് പറഞ്ഞാൽ 1 മോൾ ഈസ് ഈക്വൽ ടു എത്രയാണ്, 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകൾ. അത്രയും മോളിക്യൂൾസ് ആണ് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ഇവിടെ എത്രടാ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 5 മോളാണെന്ന് കിട്ടിയില്ലേ. ഇവിടെ 1 മോളാണോ, അല്ല 5 മോളില്ലേ അല്ലെ. ഇവിടെ ചോദ്യത്തിൽ ഇവിടെ 1 മോളല്ല 5 മോൾ ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്നു 5 മോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാല് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആണ്, തന്മാത്രകളാണ്. അപ്പൊ അങ്ങനെ 5 ഉണ്ടെന്ന് പറയുമ്പോൾ 5 × 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകൾ, മോളിക്യൂൾസ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് നമ്മൾ ബിയുടെ ആൻസർ. സിമ്പിൾ അല്ലേ മക്കളെ, സിമ്പിൾ അല്ലേ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശദമായി കേട്ട മക്കളെ, ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. അത് കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ എക്സാമിന് പോകും മക്കളെ എന്തായാലും നിങ്ങൾ ഈ 4 പാർട്ടും ചോദ്യങ്ങൾ ഒന്നും കൂടി ചെയ്തു നോക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് ഓർപ്പിക്കുക കേട്ടോ. എളുപ്പല്ലേ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കണേ. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ
വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ അല്ലെ, റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ബന്ധം സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് പട്ടികയിൽ കൊടുത്തത് മക്കളെ. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം, വ്യാപ്തം എന്ന് പറഞ്ഞാൽ വി അല്ലെ, താപനില എന്ന് പറഞ്ഞാൽ ടി. അപ്പൊ ടിയും വിയും തമ്മിലുള്ള ബന്ധം ഓർമ്മയില്ലേ മക്കളെ, ഓർമ്മയില്ലേ? ചേട്ടന് ടെമ്പർ കൂടിയാലും നമ്മൾ പാട്ടിന്റെ വോളിയം കൂട്ടുമെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വ്യാപ്തവും താപനിലയും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്ന വാതക നിയമം ഏതാടാ? സി ആണ്. സി ഏതാ? ചാൾസ് നിയമമാണ്, ചാൾസ് ലോ ആണ്. ഓക്കെ അല്ലേ? ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ വോളിയം അഥവാ വ്യാപ്തം, ഒന്നാമത്തെ കോളത്തില് വോളിയം അഥവാ വ്യാപ്തം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ അല്ലെ, വോളിയം അഥവാ വ്യാപ്തം തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ ടെമ്പറേച്ചർ അഥവാ താപനില തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കോളത്തിൽ V/T തന്നിട്ടുണ്ട്. V/T കാരണം നമുക്കറിയാം, എന്തറിയാം മക്കളെ, ചാൾസ് നിയമപ്രകാരം V/T എപ്പോഴും ഒരേ നമ്പർ കിട്ടണം. അതല്ലേ നമ്മൾ കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യ പറഞ്ഞത്. ഇവിടെയുള്ള വിയും ഇവിടെയുള്ള ടിയും തമ്മിൽ ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്താൽ എപ്പോഴും ഈ കോളത്തിൽ ഒരേ ഉത്തരം വരണം. അപ്പോഴല്ലേ V/T സ്ഥിരമാണ്, സ്ഥിരസംഖ്യയാണ്, കോൺസ്റ്റന്റ് എന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ ആദ്യ ചോദ്യം എക്സ് വൈ എന്നിവയുടെ വിലകൾ കാണുക. ഫൈൻഡ് എക്സ് ആൻഡ് വൈ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെടാ, ഇവിടെയാണ് എക്സ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കാണേണ്ട ഒരു എക്സ്, ഇതാണ് കാണേണ്ട ഒരു വൈ. ഓക്കെ അല്ലേ? ശരി. അപ്പോ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ V/T ഈ കോളം V/T അല്ലേ? വി ഇവിടെ ഉണ്ട്, ടി ഇവിടെ ഉണ്ട്. ഇവിടെ വി എത്ര മക്കളെ? 600. വി 600 ആണ്. ഇവിടെ എത്രയാ മക്കളെ? ടി 300 ആണ്. എടാ 600/300 എന്ന് പറഞ്ഞ എത്ര? 300ന്റെ ഇരട്ടിയല്ലേ 600. അപ്പൊ 600/300 ആൻസർ എത്രയാ? 2. അപ്പൊ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ഇതാ ഇങ്ങനെ എഴുതട്ടാ. എക്സ് ഈസ് ഈക്വൽ ടു ഏഴ് ഉത്തരമാണ്. എക്സ് ഈസ് ഈക്വൽ ടു 600/300 സമ 2. നമുക്കിവിടെ ഉത്തരം 2 എന്ന് കിട്ടി. നമുക്ക് എത്ര കിട്ടിയ? എക്സ് എത്ര കിട്ടി? 2. ഇതാ ഓക്കെ, നിങ്ങള് താഴത്തെ കോളത്തിൽ 2 അല്ലേ? കാരണം ഈ കോളത്തിൽ V/T എന്ന കോളാണിത്. V/T എന്ന കോളത്തില് എപ്പോഴും ഒരേ ഉത്തരം കിട്ടണം. അതല്ല നമ്മൾ സ്ഥിരസംഖ്യ പറഞ്ഞത്. ഇവിടെ 2 ആണ്, ഇവിടെ 2. അപ്പൊ ഇവിടെ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 2 കിട്ടാൻ പാടുള്ളൂ. അവിടെ വേറെ ഒരു സംഖ്യ കിട്ടിയ ഉത്തരം ശരിയാവോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഇവിടെയാണ് y എന്ന് വരുന്നത്. ഇവിടെയാണ് y വരുന്നത്. ഇവിടെയാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ 2 വരാൻ പാടുള്ളൂ. 800നെ 800നെ എത്ര കൊണ്ട് ഹരിച്ചാലാടാ 2 കിട്ടുക? 800ന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടുക. 600ന്റെ പകുതിയായ 300 കൊണ്ട് ഹരിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് 2 കിട്ടിയത് അല്ലെ? അപ്പൊ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? അല്ലെ ഇങ്ങനെ ചെയ്തൊക്കെ മക്കളെ, ഈ 800ന്റെ പകുതി അല്ലെങ്കിൽ 2നെ എന്ത് ചെയ്യുക? എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 800 കിട്ടുക? 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 800 കിട്ടുക? അല്ലെ 800ന്റെ പകുതി എത്ര? അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ 800ന്റെ പകുതി എത്രയാടാ? 800ന്റെ പകുതി 400 ആണ്. 800ന്റെ പകുതി എത്രയാണ്? അപ്പൊ വൈയുടെ ആൻസർ 400 ആണ്. ഇനി അങ്ങനെ സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ അടുത്ത് ചാൾസ് നിയമത്തിന് ചെയ്യാനൊരു സമവാക്യം മക്കൾ നിങ്ങളുടെ അടുത്തില്ലേ? എന്ത് സമവാക്യം? V1/T1 is equal to V2/T2 എന്നൊരു സമവാക്യം നിങ്ങളുടെ അടുത്തില്ലേ? ഇതിലാണ് നമ്മൾ ചാൾസ് നിയമത്തിന്റെ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമവാക്യം. ആ സമവാക്യത്തിൽ നിങ്ങൾക്ക് കൊടുക്കുക. എങ്ങനെ? ഇതാ ആദ്യത്തെ വ്യാപ്തം ഇവിടെ ഉണ്ട് 600 ഇവിടെ ഉണ്ട്. ബൈ ആദ്യത്തെ ടെമ്പറേച്ചർ താപനില 300 ഇവിടെ ഉണ്ട്. സമം രണ്ടാമത്തെ വ്യാപ്തം 800 ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ താപനിലയാണ് തരാത്തത്. ഇതാണ് തരാത്തത്, അതാണ് കാണേണ്ടത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ബൈ ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ഇവിടെ ചെയ്യാം അല്ലെ? അതായത് 600 × T2 ഈസ് ഈക്വൽ ടു 300 × 800. ഓക്കെ, ഇനി നമ്മൾ കാണാനുള്ള അവിടെ നിർത്തുക, എന്നിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഈ സംഖ്യനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അതിന് മുമ്പ് നമുക്കൊന്ന് ഇവിടെ T2 ഇവിടെ നിന്നോട്ടെ. T2 ഇവിടെ തന്നെ നിന്നോട്ടെ. അവിടെ നിന്നോട്ടെ. T2 ഇവിടെ നിന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്യാണ്? 600 അപ്പുറത്ത് കൊണ്ടുപോവാ. ഇവിടെ ഗുണിക്കണം എന്നുള്ള 600 അപ്പുറത്ത് കൊണ്ടുപോകണം. അതിന് മുമ്പ് ഇവിടെ ഒന്ന് ഗുണിച്ച് വെക്കുക. 300 3 8 24 അല്ലടാ. 3 8 24 പിന്നെ 4 0 1 2 3 4 ഡിവൈഡ് ബൈ
ഡിവൈഡ് ബൈ എത്രയാണ് 600. ഈ 600 നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകണം 600. അപ്പൊ ഈ 0 വെട്ടി, 2 0 തമ്മിൽ വെട്ടിപ്പോയി. 6നെ 24 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടൂലേ? നോക്കി 4 കഴിഞ്ഞിട്ട് 2 0 ബാക്കിയുള്ളത്. അപ്പൊ T2 സമം എത്ര കിട്ടി? 400. ഇവിടെ യൂണിറ്റ് എന്താണ്? താപനില യൂണിറ്റ് കെൽവിൻ ആണ്. അപ്പൊ T2 = 400 കെൽവിൻ. അങ്ങനെയും കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നേരിട്ട് നോക്കിയാൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അതായത് 800നെ എത്ര കൊണ്ട് ഹരിച്ചാലാണ് 2 എന്ന് കിട്ടുക എന്ന് അറിയാത്തവരുണ്ടാവാം, മാത്സിൽ കുറച്ച് വീക്കായവരുണ്ടാവാം. അങ്ങനെ പെട്ടെന്ന് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ കണക്ക് ചെയ്യാൻ, ചാൾസ് നിയമത്തിന്റെ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എഴുതി ആ ഇക്വേഷന് വില കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ഉത്തരം കാണാം. ഓക്കെ, സിമ്പിളായ ചോദ്യം മക്കളെ, സിമ്പിളായ ചോദ്യമാണ് കേട്ടോ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവേണേ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു GM മക്കളെ, ഒരു GM എന്ന വാക്കിന് പകരം പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം മോളാർ മാസ് എന്ന തരട്ടാ. അപ്പൊ STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോളാർ മാസ്, 1 മോളാർ മാസ്, അല്ലെങ്കിൽ ഒരു മോള് എന്ന് മാത്രവും ചോദ്യം തരാം. ഒരു മോള്, 1 മോള്, ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം ഡാഷ് ആയിരിക്കും. ദ വോളിയം ഓഫ് 1 മോളാർ മാസ് ഓഫ് എനി ഗ്യാസ് അറ്റ് STP. മക്കളെ വളരെ സിമ്പിളാ. നേരത്തെ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ ഇത് ഉണ്ട് ട്ടാ. എന്ത്? ഒരു മോള് എന്ന് പറയുമ്പോ അതിന്റെ മാസ് എത്രയാടാ? അതിന്റെ മോളിക്കുലർ മാസ് ഗ്രാം പറഞ്ഞാൽ മതി. ഒരു മോള് എന്ന് പറഞ്ഞാൽ STPയിലെ വ്യാപ്തം, വോളിയം അറ്റ് STP എത്രടാ? 22.4 ലിറ്റർ. ഒരു മോള് ഏത് പദാർത്ഥം എടുത്താലും, ഏത് വാതകം എടുത്താലും അതിൽ എത്ര തന്മാത്രകൾ ഉണ്ടാവൂടാ? 6.022 × 10⁻23 അല്ലെ? അപ്പൊ അതിന്ന് ഒന്നാണ് ഈ ചോദിച്ചത്, ഡയറക്റ്റ് ചോദ്യ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോളാർ മാസ് ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും പറയടാ? 22.4 ലിറ്റർ ആയിരിക്കും. ഇതാണ് നമ്മൾ ആൻസർ കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ തന്നെ ഒരു മോളാർ മാസ് ഏതൊരു വാതകത്തിലും അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം അഥവാ തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ 6.022 × 10⁻23. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കേട്ടോ. തന്നിരിക്കുന്ന അമോണിയ സാമ്പിളിൽ 2 × 6.022 × 10⁻23 തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണം എത്ര? ഈ സാമ്പിളിന്റെ മാസ് എത്ര? അല്ലെ? നമുക്ക് തന്നിട്ടുള്ളത് 6.022 × 10⁻23. അത്ര എണ്ണം തന്മാത്രകൾ ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ടെന്ന് തന്നത്. ഇത് നമ്മോട് ചോദിച്ചത് ഒന്ന് നമ്പർ ഓഫ് മോൾസ് കാണാനാണ്, രണ്ടാമത്തതോ മാസ് കാണാനാണ്. അല്ലെ? എടാ മാസ് കാണാൻ വേണ്ടി നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അമോണിയ എന്ന് പറയുന്ന സാധനം, അമോണിയ എന്ന് പറഞ്ഞാൽ NH3 ആണ്. അമോണിയ എന്താടാ? NH3 ആണ്. ഈ NH3യുടെ മോളിക്കുലർ മാസ് നേരെ തരാതെ അറ്റോമിക് മാസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം ആദ്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണം മക്കളെ, എടാ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു മോള് എന്ന് പറഞ്ഞാൽ 1 മോള് എന്ന് പറഞ്ഞാൽ ഇത്ര അല്ലേ? 6.022 × 10⁻23 അല്ലേ ഒരു മോള് എന്ന് പറഞ്ഞ? ആണോ അല്ലേ? അപ്പൊ ഇവിടെ ആ നമ്പറിന്റെ മുമ്പിൽ 2 എന്ന് കാണില്ലേ? 2 × നിങ്ങൾ കാണില്ലേ? ആ 2 × എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താടാ? ഇത് 2 മോളാണ് അല്ലെ? 10 മോൾ ഉണ്ടെങ്കിൽ 10 × 6.022 × 10⁻23 ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിന് മുമ്പിൽ 2 എന്ന് കണ്ടാൽ നേരെ നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? 2 മോൾ, 2 മോൾ എന്ന ആൻസർ കിട്ടി. അവിടെ വേറെ നമുക്ക് സമവാക്യം എഴുതേണ്ട ആവശ്യം പോലും വരുന്നില്ല അല്ലെ? നേരെ ഇതിൽ നമുക്ക് ആൻസർ കിട്ടുകയാണ് 2 മോളാണ്. കാരണം ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 തന്മാത്രകളാണ്, മോളിക്യൂൾസ് ആണ്. അപ്പൊ 2 × ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്, തന്മാത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 മോളാണ്. അടുത്തത് ഈ സാമ്പിളിന്റെ മാസ്. എടാ മാസ് കാണാൻ, വെയിറ്റ് കാണാൻ അടുത്ത ചോദ്യം. അപ്പൊ നമുക്കറിയാം എടാ, ഒരു മോളാണെങ്കിൽ, വീണ്ടും പറയട്ടെ, ഒരു മോളാണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറയുന്നതിന് തുല്യല്ലേ? അപ്പൊ ആദ്യം നമ്മള് ഈ NH3യുടെ മോളിക്കുലർ മാസ് ഒന്ന് കണ്ടുവെക്കുക. അപ്പൊ എഴുതിക്കോളൂ. എങ്ങനെ എഴുതുക? NH3യുടെ മോളിക്കുലാർ മാസ്, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് NH3 എന്ന് എഴുതുക. NH3യുടെ മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടതുപോലെ എങ്ങനെയാണ് കണ്ടത് നമ്മള്? അതായത് NH3 പറഞ്ഞാൽ എത്ര N ഉണ്ട് മക്കളെ? ഒരു N അല്ലേ? N താഴെ നമ്പർ ഒന്നും ഇല്ല, ഒരു N അല്ലേ? അപ്പോ നമ്മളോട് 1 × N-ന്റെ അറ്റോമിക് മാസ് എത്രയാടാ? 14. അപ്പൊ നമ്മൾ N-ന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ഈ H-ന്റെ കാര്യം പറയാൻ പോവണേ. എത്ര H ഉണ്ട് അവിടെ? 3 H ഇല്ലേ? 3 × H-ന്റെ ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാടാ? 1. അപ്പോ 14 + 3 എത്രയാണ്? 14 + 3 സമം എത്ര കിട്ടി? 17. അതായത് NH3യുടെ മോളിക്കുലർ മാസ് എത്രയാടാ? 17 ആണ്. അപ്പൊ ചില ചോദ്യങ്ങളിൽ
ചില ചോദ്യങ്ങളിൽ അമോണിയയുടെ മോളിക്കുലാർ മാസ് നേരെ തരും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ അറ്റോമിക മാസ് ആണ് ചോദ്യത്തിൽ തന്നെങ്കിൽ നമ്മൾ അവിടെ മോളിക്കുലാർ മാസ് കണ്ടുവെക്കുക കേട്ടോ. മോളിക്കുലാർ മാസ് വൃത്തിയായിട്ട് അവിടെ കണ്ടുവെക്കുക. എന്നിട്ട് നമ്മൾ ചോദിക്കണം. അപ്പൊ നമ്മൾ മാസ് കാണാൻ പോവല്ലേ മക്കളെ, മാസ് കാണാൻ പോവല്ലേ. അതായത് NH3യുടെ മോളിക്കുലാർ മാസ് 17 ആണ് എന്ന് നമ്മൾ കണ്ടാൽ ഉടനെ നമ്മൾ അടുത്ത വരിയിൽ എഴുതുക. അതായത് എന്ത്, ഒരു മോള് NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോള് NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോള് NH3 എന്ന് പറഞ്ഞാൽ 17 ഗ്രാം അല്ലടാ. മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം അല്ലേ ഒരു മോൾ എന്ന് പറഞ്ഞാല്. എന്നിട്ട് നമ്മോട് പറഞ്ഞത് ഇവിടെ എന്താണ് പറയാ, മാസ് കാണാൻ പറയാണ്. ഇവിടെ എത്ര മോള് നമുക്ക് കിട്ടി? ചോദ്യത്തിൽ കിട്ടിയില്ലേ? ഇവിടെ 2 മോള് നമുക്ക് കിട്ടിയില്ലേ? ഇവിടെ നമുക്കതാ ചോദ്യത്തില് ഇവിടെ 1 മോളല്ല 2 മോൾ ഉണ്ട് നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ എഴുതുന്നു അടുത്ത സ്റ്റെപ്പ് കേട്ടോ, എഴുതിക്കോളി. 2 മോൾ NH3, 2 മോൾ NH3 is equal to 2 into 17, 2 into 17 സമം 34 ഗ്രാം. 34 ആൻസർ കിട്ടിയടാ. ബിയുടെ ആൻസർ ആയി. ബിയുടെ ആൻസർ ആയി. മാസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമിലുള്ള വിലയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ബിയുടെ ഉത്തരം കിട്ടി, 34 ഗ്രാം ആണെന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടങ്ങൾ ഈ ചാപ്റ്ററിൽ കണ്ടാന്ന് മക്കളെ. ഈ ചാപ്റ്റർ ഒരു പ്രശ്നമില്ലടാ. ഒരു മോള് എന്ന് പറയുമ്പോൾ ആ മോളെ പറ്റി 3 കാര്യം. ഒരു മോള് എന്ന് പറഞ്ഞാൽ ആ മോളുടെ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഗ്രാം പറയാണ്. മോള് എന്ന് പറഞ്ഞാൽ STPയിൽ 22.4 ലിറ്റർ ഉണ്ടാവും. ഒരു മോള് എന്ന് പറഞ്ഞാൽ എത്ര തന്മാത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 6.022 into 10⁻23 മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ ഉണ്ടാവും. അതങ്ങോട്ട് ആലോചിച്ചാലടാ നമുക്ക് എല്ലാ ചോദ്യം വളരെ സിമ്പിൾ ആയി ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് പേടിക്കേ വേണ്ട, ഈ ചാപ്റ്ററിനെ കുറിച്ച് പേടിക്കേ വേണ്ട. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നിട്ടുള്ള മൊഡ്യൂളിൽ കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഏത് കിട്ടിയാലും ചെയ്തു നോക്കുക മക്കളെ. ചെയ്തു നോക്കി എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. അങ്ങനെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ രസമായിട്ടൊരു ഗെയിം ചെയ്യണമാര് ഗെയിം കളിക്കണ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പൊ ഇതൊന്നും പ്രയാസത്തോടെ നിങ്ങൾ കാണാൻ നിൽക്കരുത്. അങ്ങനെ കാണാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് സംശയം, ഇന്നെ കൊണ്ട് പറ്റൂല, ആ ചോദ്യം കാണുമ്പോൾ തന്നെ ഇത് നടക്കൂല, അടുത്തേക്ക് പോവാം എന്നൊരു ചിന്ത വരിക. അതിന്റെ ആവശ്യമില്ല. ചെയ്തങ്ങനെ പഠിച്ചു നോക്കുക. ചെയ്താൻ പഠിച്ചു സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ കേട്ടാ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ മക്കളെ. അടുത്ത ചോദ്യം, 5 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടർ എ. എത്രടാ? സിലിണ്ടർ എയുടെ വോളിയം എത്രയാണ്? 5 ലിറ്റർ. 4 ATM മർദ്ദത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അഥവാ അതിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 4 ATM പ്രഷറാണ്. വ്യാപ്തം 5 ലിറ്റർ ആണ്, വോളിയം 5 ലിറ്റർ ആണ്, പ്രഷർ അഥവാ മർദ്ദം 4 ATM ആണ്. ഇത് സിലിണ്ടർ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കേട്ടോ. സിലിണ്ടർ എന്റെ അവസ്ഥ. അങ്ങനെ ആ സിലിണ്ടർ എയിലുള്ള ഗ്യാസ്, സിലിണ്ടർ എയിലുള്ള വാതകം 10 ലിറ്റർ വ്യാപ്തമുള്ള 10 ലിറ്റർ വോളിയമുള്ള സിലിണ്ടർ ബിയിലേക്ക് മുഴുവനായിട്ട് ആ ഗ്യാസ് നമ്മൾ മാറ്റി. ഓക്കെ, മുഴുവനായിട്ട് നമ്മൾ മാറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യം എന്താടാ? സിലിണ്ടർ ബിയിൽ വാതകത്തിന്റെ വ്യാപ്തം എത്ര? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻ സിലിണ്ടർ ബി? മക്കളെ, നമ്മൾ മാറ്റിയത് ഒരു ഗ്യാസ് ആടാ. നമ്മൾ മാറ്റിയത് ഒരു ഗ്യാസ്, ഒരു വാതകത്തെയാണ് നമ്മൾ ഒരു സിലിണ്ടറിൽ നിന്ന് വേറെ സിലിണ്ടറിലേക്ക് നമ്മൾ മാറ്റിയത്. മക്കളെ, വാതകത്തിന്റെ വ്യാപ്തം പറയുമ്പോൾ ഒരു ഗ്യാസിന്റെ വോളിയം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ടുള്ള സിലിണ്ടറിന്റെ വ്യാപ്തം എത്രയാണോ ആ വ്യാപ്തത്തിന് തുല്യ വ്യാപ്തമായിരിക്കും അതിലുള്ള വാതകത്തിന്റെ ഗ്യാസിന്റെ വ്യാപ്തം ചോദിച്ചാൽ. അതായത് ഇത് എടുത്ത സിലിണ്ടർ എയിലെ വ്യാപ്തം 5 ലിറ്റർ ആയിരുന്നു. ആ സിലിണ്ടർ എയുടെ വ്യാപ്തം എത്ര ആയിക്കോട്ടെ, 5, 2, 1, 3 എത്ര ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ മാറ്റിയിട്ടുള്ള സിലിണ്ടറിന്റെ വ്യാപ്തം എത്രടാ? 10 ലിറ്റർ ആണ്. ഇപ്പൊ നമ്മള് ആ ഗ്യാസ്, അതേ വാതകത്തെ, അതേ ഗ്യാസിനെ നമ്മൾ 10 ലിറ്റർ വോളിയമുള്ള 10 ലിറ്റർ വ്യാപ്തമുള്ള വേറൊരു സിലിണ്ടർക്ക് മാറ്റിയത്. അപ്പൊ അതിന്റെ പഴയ വ്യാപ്തം എത്രയാണെങ്കിലും ഇപ്പോൾ അത് എടുത്തിരിക്കുന്നത് 10 ലിറ്റർ വ്യാപ്തമുള്ള പാത്രമായതുകൊണ്ട് ആ വാതകത്തിന്റെ വ്യാപ്തം 10 ലിറ്റർ ആവും. ഇതാണ് വാതകത്തിന്റെ പ്രത്യേകത. ഞാൻ 10 ലിറ്റർ ഉള്ള ഒരു സിലിണ്ടറിന്ന് നമ്മൾ അതിനെ 8 ലിറ്റർ ഉള്ള വേറെ സിലിണ്ടർക്ക് മാറ്റി. അപ്പൊ വ്യാപ്തം എത്ര എന്ന് വെച്ചാൽ അപ്പൊ വ്യാപ്തം 8 ലിറ്റർ ആവും. അപ്പൊ ഒരു വാതകത്തിന്റെ ഗ്യാസിന്റെ വോളിയത്തിന്റെ പ്രത്യേകത, വ്യാപ്തത്തിന്റെ പ്രത്യേകത, അത് എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ വോളിയം എത്രയാണോ, അതിന്റെ വ്യാപ്തം എത്രയാണോ ആ വ്യാപ്തമായിരിക്കും. അത് ഗ്യാസിന്റെ മാത്രം പ്രത്യേകതയാടാ. എന്നാൽ നമ്മൾ 1 ലിറ്റർ വെള്ളം അല്ല, ഒരു മിനറൽ വാട്ടറിന്റെ ഒരു കുപ്പി 1 ലിറ്റർ, ആ 1 ലിറ്ററിന്റെ വെള്ളം എത്ര വലിയ ടാങ്കി കൊണ്ടേ ഒഴിച്ചാലും ആ വെള്ളത്തിന്റെ വ്യാപ്തം 1 ലിറ്റർ ആവൂലേ?
ഇല്ലേ? ഒരു ടാങ്ക് കൊണ്ടേ ഒഴിച്ചാൽ ആ വെള്ളം 10 ലിറ്റർ വെള്ളമായി മാറുമോ? ഇല്ല. പക്ഷെ വാതകത്തിന്റെ ഗ്യാസിന്റെ പ്രത്യേകതയാണ് അത് കൊണ്ടേയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 500 ലിറ്ററിന്റെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗ്യാസ് കൊണ്ടാക്കിയാൽ ആ ഗ്യാസിന്റെ വാതകത്തിന്റെ അകത്ത് 500 ലിറ്റർ ആവൂടാ. ഇത് ഗ്യാസിന്റെ വാതകത്തിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് സിലിണ്ടർ ബിയിലെ മർദ്ദം എത്രയായിരിക്കും? നോക്ക് മക്കളെ, സിലിണ്ടർ ബിയുടെ മർദ്ദം. 5 ലിറ്റർ വ്യാപ്തമുള്ള വാതകത്തെ നമ്മൾ 10 ലിറ്ററിലേക്ക് മാറ്റി. ഓക്കെ, നിങ്ങൾ എന്താ ഇവിടെ ഞാൻ വ്യാപ്തം വോളിയം എന്താ ചെയ്തത്? വോളിയം 5 ലിറ്റർ ഉണ്ടായിരുന്ന ആള് ഇപ്പൊ 10 ലിറ്ററിലേക്ക് മാറി എന്ന് പറയുമ്പോ വ്യാപ്തം 5 ഉള്ളത് 10 ആയി എന്ന് പറയുമ്പോ വ്യാപ്തം ഇരട്ടിയായി എന്ന് അർത്ഥമില്ലേ മക്കളെ? ഇരട്ടിയായി എന്ന് അർത്ഥമില്ലേ? വ്യാപ്തം ഡബിൾ ചെയ്തു എന്ന അർത്ഥമില്ലേ? വോളിയം ഡബിൾ ചെയ്തു എന്ന് അർത്ഥമില്ലേ? ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ. അതായത് ഇവിടെ നമ്മൾ താപനിലയെ കുറിച്ച് പറയുന്നേ ഇല്ലല്ലോ, ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നേ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ടെമ്പറേച്ചറിനെ കുറിച്ച് താപനിലയെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? താപനില പറയടാ, താപനില സ്ഥിരമാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഏത് നിയമത്തിലാണ് ആ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാതെ താപനിലയെ കുറിച്ച് പറയാതെ ഉള്ള നിയമം ഏതാ? ബോയിൽ നിയമല്ലേ. ആ ബോയിൽ നിയമത്തിൽ നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? വ്യാപ്തം കൂട്ടുമ്പോ വോളിയം കൂട്ടുമ്പോ പ്രഷർ കുറയില്ലേ? പ്രഷർ കുറയില്ലേ? ഇവിടെ നമ്മൾ വ്യാപ്തം 5 ലിറ്ററിന് 10 ലിറ്റർ ആക്കിയില്ലേ? നേരെ ഇരട്ടിയാക്കിയില്ലേ? ഒരു സാധനം വ്യാപ്തങ്ങൾ ഇരട്ടിയാക്കിയെങ്കിൽ പ്രഷർ മർദ്ദം പകുതിയാവണം. അപ്പോഴല്ലേ വിപരീത അനുപാതം എന്ന് പറയുള്ളൂ. അപ്പൊ നേരെ ആൻസർക്ക് നമുക്ക് പോവാം. ഇവിടെ ഇക്വേഷന്റെ ഒരാവശ്യമില്ലടാ. അതായത് 4 ATM മർദ്ദം, ഇവിടെ നമ്മൾ വ്യാപ്തം ഇരട്ടിയാക്കി 5 10 ആക്കി. അപ്പോ മർദ്ദം ഉള്ളതിൽ നിന്നും പകുതിയാവണം. ഇവിടെ നമ്മൾ ഇരട്ടിയാക്കി, 2 കൊണ്ട് ഗുണിച്ചു. ഇരട്ടിയാക്കി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യല്ലേ? ആണ്. അപ്പൊ മർദ്ദം നേരെ 2 കൊണ്ട് ഹരിക്കണം, അഥവാ അതിന്റെ പകുതിയാവണം. അപ്പൊ 4 ATM ഉള്ള വാതകത്തിന്റെ മർദ്ദം പ്രഷർ ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവൂടാ? എത്ര ആയിട്ടുണ്ടാകും? അത് 2 ATM ആയി മാറിയിട്ടുണ്ടാകും. അപ്പൊ ആൻസർ ബിയുടെ ആൻസർ ആയിരിക്കും മക്കളെ 2 ATM. 2023 SLC മോഡൽ പരീക്ഷ ചോദിച്ച ചോദ്യം കേട്ടോ. നമ്മള് ഏതെങ്കിലും ലോക്കൽ ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം മക്കളെ. നമ്മൾ ഒന്നുകിൽ കഴിഞ്ഞ SLC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള മാർച്ചിലെ പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യം, അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നടക്കുന്ന എന്താണ് SLCയുടെ തന്നെ അതേ നിലവാരമുള്ള മോഡൽ എക്സാമിലെ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? വിച്ച് ഗ്യാസ് ലോ ഈസ് അസോസിയേറ്റഡ്? ഓൾറെഡി പറഞ്ഞു. ഏത് നിയമം മക്കളെ? ബോയിൽ നിയമമാണ്. ബോയിൽസ് ലോ, മലയാളത്തിൽ ബോയിൽ നിയമം. ഓക്കെ, നമ്മൾ അടുത്തിലേക്ക് പോകട്ടോ. 1 GMM മക്കളെ, 1 GMM എന്ന വാക്കിന് പകരം മോളാർ മാസ് എന്ന വാക്കായിരിക്കും നമ്മുടെ ചോദ്യ പേപ്പറിൽ വരട്ടാ. അല്ലെങ്കിൽ മോള്, മോളാർ മാസ് അല്ലെങ്കിൽ മോള്. അപ്പൊ 1 GMM എന്ന് പറഞ്ഞാൽ 2 രൂപത്തിൽ പറയാം. ഒന്നുകിൽ 1 മോളാർ മാസ് അല്ലെങ്കിൽ 1 മോൾ. ഓക്കെ, അപ്പൊ ഒരു മോളാർ മാസ് അല്ലെങ്കിൽ ഒരു മോള് ഏതൊരു പദാർത്ഥത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയറക്റ്റ് ചോദ്യടാ. 1 മോളാണോ? എത്ര തന്മാത്ര, എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 1 മോളാർ മാസ് അല്ലെങ്കിൽ 1 മോള് രണ്ട് സെയിം ആണ് മക്കളെ. 1 മോളാർ മാസ് എന്ന് പറഞ്ഞാലും 1 മോൾ എന്ന് പറഞ്ഞാലും 1 മോള് ഏതൊരു സബ്സ്റ്റൻസിലും എത്ര മോളിക്യൂൾസ് ഉണ്ടാവൂടാ? 6.022 into 10⁻23 അല്ലേ? അല്ലേ? നമ്മൾ പറഞ്ഞല്ലേ 6.022 ഗുണിക്കണം 10⁻23 തന്മാത്രകളാണ് 1 മോള് ഏത് വാതകം എടുത്താലും ഉണ്ടാവുക. സംശയമില്ലല്ലോ മക്കളെ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടോ. 7ാമത്തെ ചോദ്യം, അതും ഡയറക്റ്റ് ചോദ്യമാണ്. അതായത് STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന 44.8 ലിറ്റർ NH3യുടെ മാസ് എത്ര? മാസ് എത്ര മക്കളെ? അപ്പോ STPയിൽ 44.8 ലിറ്റർ എന്നുള്ള ഇവിടെ തന്നിട്ടുള്ളൂ. STPയിൽ 44.8 ലിറ്റർ. എന്നിട്ട് നമ്മോട് കാണാൻ പറഞ്ഞത് മാസാണ്. എന്താ കാണാൻ പറഞ്ഞത്? മാസാണ്. മക്കളെ, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയാം. 1 മോള് എന്ന് പറഞ്ഞാൽ 1 മോള് ഏത്, അത് NH3 എന്ന് മാത്രമല്ല മക്കളെ, 1 മോള് ഏത് വാതകം, CO2 ആയിക്കോട്ടെ, H2O ആയിക്കോട്ടെ, O2 ആയിക്കോട്ടെ, N2 ആയിക്കോട്ടെ, H2 ആയിക്കോട്ടെ, 1 മോള് ഏത് വാതകം എടുത്താലും STPയിൽ 22.4 ലിറ്റർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചില്ലേടാ? 1 മോള് ഏത് വാതകം എടുത്താലും എത്രയാണ്? 22.4 ലിറ്റർ ആണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എഴുതിച്ചോളി. എവിടെ ആൻസർ എഴുതുമ്പോൾ ആദ്യം അത് നിങ്ങൾ ഓർമ്മയിൽ എഴുതാം. 1 മോള് 22.4 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്ന എത്ര ലിറ്റർ ആണ് STPയില്? 44.8 ലിറ്റർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം മോള് കാണടാ.
മോള് ഞാൻ പറഞ്ഞില്ല, എങ്ങനെയുള്ള എന്ത് STPയിലെ വ്യാപ്തം തന്നാലും തന്മാത്രകളുടെ എണ്ണം തന്നാലും മാസ് തന്നാലും ഒക്കെ നിങ്ങൾ ആദ്യം മോള് കണ്ടുവെക്കട്ടാ. അപ്പൊ നമ്മൾ അടുത്ത് എഴുതുകയാണ് മോളുകളുടെ എണ്ണം സമം, എഴുതണം മക്കളെ, നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം സമം എന്താണ്? തന്നിട്ടുള്ള വ്യാപ്തം ബൈ 22.4. ഇക്വേഷൻ എഴുതണേ, തന്നിട്ടുള്ള വ്യാപ്തം ബൈ 22. ഗിവൺ വോളിയം ബൈ 22.4. ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു തന്നിട്ടുള്ള വ്യാപ്തം എത്രയാടാ? 44.8 ലിറ്റർ അല്ലെ, ബൈ 22.4. എത്രയാണ് ആൻസർ? നമുക്ക് ഇതിന് നേരെ ഇരട്ടിയല്ല മക്കളെ, ഇതിന്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ 2 മോൾ അല്ലെ, 2 മോൾ എന്ന് കിട്ടി. നമ്മോട് കാണാൻ പറഞ്ഞത് മോളുകളുടെ എണ്ണമായിരുന്നു മക്കളെ, മാസ് അല്ലേ, മാസ് അല്ലേ. എടാ ഒരു മോള് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞതിന് തുല്യല്ലേ. അപ്പൊ NH3യുടെ മോളിക്കുലാർ മാസ് ഡയറക്റ്റ് തന്നിട്ടില്ല, അതിനുവേണ്ടി നിങ്ങൾക്ക് അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. NH3യുടെ അറ്റോമിക് മാസ്, നൈട്രജൻ അറ്റോമിക് മാസും ഹൈഡ്രജൻ അറ്റോമിക് മാസും ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് NH3യുടെ മോളിക്കുലർ മാസ് കണ്ടൂടെ? തൊട്ട് മുമ്പ് ചോദ്യത്തിൽ പറഞ്ഞ മക്കളെ, അതുകൊണ്ട് ഇനി വീണ്ടും ഞാൻ പറയണില്ല. എങ്ങനെ എഴുതുക? NH3യുടെ മോളിക്കുലാർ മാസ് ഓഫ് NH3 ഈസ് ഈക്വൽ ടു, ഒരു N ആണ്, 1 × 14 പ്ലസ് 3 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 അല്ലേ. NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഹൈഡ്രജൻ അല്ലേ. 3 × 1 സമം 14 പ്ലസ് 3 സമം 17 ആണ് NH3യുടെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എഴുതുക എന്ത് എഴുതുക? ഒരു മോള് NH3 എന്ന് പറഞ്ഞാൽ 1 മോൾ NH3 ഈസ് ഈക്വൽ ടു 17 ഗ്രാം, 17 ഗ്രാം അല്ലെ. അടുത്ത സ്റ്റെപ്പില് നമുക്ക് 1 മോൾ അല്ല 2 മോളാണ്. അപ്പോ 2 മോള് NH3, 2 മോൾ NH3 ഈസ് ഈക്വൽ ടു, മക്കളെ 1 മോൾ ആണെങ്കിൽ 17 ഗ്രാം ആടാ. 1 മോൾ NH3 17 ഗ്രാം. അപ്പൊ 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × 17 സമം 34 ഗ്രാം. 34 ഗ്രാം എന്ന് ഉത്തരം കിട്ടും. വെറുതെ ഞാൻ ബോർഡും എഴുതുന്നു അതേപോലെ പകർത്തി വെക്കലിട്ട് മക്കളെ, മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് മാസ് ആണ് കാണാൻ പറഞ്ഞത്. മാസ് കാണാൻ വേണ്ടി നമുക്ക് STPയിലെ വ്യാപ്തം തന്നു. അപ്പൊ STPയിലെ വ്യാപ്തം ഉപയോഗിച്ച് ആദ്യം നമ്മൾ എത്ര മോളാന്ന് കണ്ടെത്തി അല്ലെ. മോള് കിട്ടിയപ്പോ ആ മോളുകളുടെ എണ്ണത്തെ അതിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് അതിന്റെ മാസ് കിട്ടി 34 ഗ്രാം കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. A, B എന്നിവ 2 വാതക സിലിണ്ടറുകളാണ് അല്ലെ. ഇവിടെ A എന്ന് പറഞ്ഞ ഒരു സിലിണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, B എന്ന് പറഞ്ഞ സിലിണ്ടറും ഇവിടെ ഉണ്ട്. രണ്ട് സിലിണ്ടർ ആണ്. ഇത് കാണുമ്പോ ഇതിനുള്ളിൽ ഇങ്ങനെ കുത്തിനെ കൊടുത്തിട്ട് അതിനുള്ളിലുള്ള മോളിക്യൂൾസ് ആണ്, തന്മാത്രകളാണ് ഈ കുറച്ച് കുത്തിന് കാണിച്ചിട്ടുള്ളത്. ആ സിലിണ്ടറിനകത്ത് ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്യാസിലുള്ള മോളിക്യൂൾസ്, ആ വാതകത്തിലുള്ള തന്മാത്രകളാണ് ഇങ്ങനെ കുത്തായി കൊടുത്തിട്ടുള്ളത്. ഈ ചോദ്യം, ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ A എന്ന് പറഞ്ഞ സിലിണ്ടർ വലിയ സിലിണ്ടർ ആണ്, അല്ല വലിപ്പമുണ്ട്. B എന്ന് പറഞ്ഞ സിലിണ്ടറോ അത്ര വലിപ്പമില്ല, ചെറുതാണ് അല്ലെ. എന്താ ചോദ്യം? A എന്ന സിലിണ്ടറിലുള്ള വാതകത്തെ താപനിലയിൽ മാറ്റം വരുത്താതെ എന്ന് പറഞ്ഞാൽ ഇതാ, കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, താപനില സ്ഥിരമാണ്. അപ്പൊ തന്നെ വരെ പോക്ക് നമുക്ക് അറിയാം, താപനില സ്ഥിരമാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോയിൽ നിയമത്തിലേക്കാണ്, ബോയിൽസിലേക്കാണ് പോണെന്നുള്ളൊരു ഓർമ്മ കിട്ടണേ. ദെൻ വാതകം A എന്ന സിലിണ്ടറിലാകുമ്പോഴും B എന്ന സിലിണ്ടറിലാകുമ്പോഴുമുള്ള മർദ്ദം താരതമ്യം ചെയ്യാം. A എന്ന സിലിണ്ടറിലാകുമ്പോഴും B എന്ന സിലിണ്ടറിലാകുമ്പോഴും മർദ്ദം താരതമ്യം ചെയ്യാം. മക്കളെ, ഇവിടെ നമുക്ക് വിലകളൊന്നും തന്നിട്ടില്ലല്ലോ. ഇവിടെ ഇത്ര ലിറ്റർ എന്നോ, ഈ സിലിണ്ടർ ഇത്ര ലിറ്റർ ആണെന്നോ, B എന്ന സിലിണ്ടർ ഇത്ര ലിറ്റർ ആണെന്നോ ഒന്നും തന്നിട്ടില്ലല്ലോ. ഉണ്ടോ? തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന് വലിപ്പം വെച്ച് പറഞ്ഞാൽ മതിയടാ. അതായത് A എന്ന് പറയുന്ന സിലിണ്ടറിന്റെ വ്യാപ്തം വലിപ്പം കൂടുതലല്ലേ, B എന്ന സിലിണ്ടറിന്റെ വ്യാപ്തം കുറവല്ലേ അല്ലെ. അപ്പൊ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മർദ്ദം, പ്രഷർ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ. പ്രഷർ താരതമ്യം ചെയ്യാനാണ് A എന്ന് പറഞ്ഞത്. കമ്പയർ ദ ഗ്യാസ് പ്രഷർ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം മക്കളെ, Aക്ക് വ്യാപ്തം കൂടുതലാണ്, വോളിയം കൂടുതലാന്ന് പറഞ്ഞാൽ അതിന് പ്രഷർ കുറവായിരിക്കില്ലടാ അല്ലെ. വ്യാപ്തവും പ്രഷറും വിപരീത അനുപാതമല്ലേ. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതുക? സിലിണ്ടർ A എഴുതിക്കോളൂ മക്കളെ. സിലിണ്ടർ എന്റെ അവസ്ഥ എന്താടാ? എന്റെ അവസ്ഥ എന്താണ്? അതിൽ വ്യാപ്തം കൂടുതൽ. അപ്പൊ എന്ത് കുറവ് എന്ന് എഴുതുക? പ്രഷർ കുറവ് അഥവാ മർദ്ദം കുറവ്. ഇംഗ്ലീഷ് മീഡിയക്കാരെ, സിലിണ്ടർ A മോർ വോളിയം ദെൻ ലെസ് പ്രഷർ അല്ലെ. വോളിയം ഹൈ ആണ് അല്ലെ, വോളിയം കൂടുതലാണ്, പ്രഷർ കുറവാണ്.
എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത എഴുതുക, ഈ സിലിണ്ടർ ബിയിലേക്ക് മാറ്റിയുള്ള അവസ്ഥ. സിലിണ്ടർ ബി എന്ന് പറയുമ്പോൾ അതിന്റെ വലുപ്പം അഥവാ വ്യാപ്തം കുറവല്ല മക്കളെ. സിലിണ്ടർ ബിയുടെ വലുപ്പം കുറവല്ലടാ, ഇത് കണ്ടാൽ മനസ്സിലാവണില്ലേ വലുപ്പം കുറവാണെന്ന്. അപ്പൊ വ്യാപ്തം കുറവ്, അപ്പൊ എന്ത് കൂടും മക്കളെ, അതിലേക്ക് മാറ്റിയാൽ മർദ്ദം കൂടുതൽ. ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതിക്കോളൂ, സിലിണ്ടർ ബി ഈസ് ഈക്വൽ ടു വോളിയം ലെസ് ആണ്, അപ്പൊ പ്രഷർ എന്താവും, ഹൈ ആവും. അങ്ങനെ താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അല്ല ഇവിടെ ഒരിക്കലും ഇവര് വോളിയം ഒക്കെ തരികയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവിടെ എത്ര വോളിയം എത്ര ലിറ്റർ ആണ് എന്ന് വ്യാപ്തം പറയാത്തത് കൊണ്ട് താരതമ്യം ചെയ്ത് പറയാം, സിലിണ്ടർ എയിലെ വ്യാപ്തത വോളിയം കൂടുതലാണ്, അപ്പൊ മർദ്ദത പ്രഷർ കുറവാണ് അല്ലെ. സിലിണ്ടർ ബിയില് വ്യാപ്തം കുറഞ്ഞു, വലിപ്പം കുറഞ്ഞു, അല്ല അങ്ങനെ തിങ്ങി കൂടി ഇരിക്കേണ്ടി വരും, അഥവാ പ്രഷർ മർദ്ദം കൂടുതലായിരിക്കും. ബി ചോദ്യം എന്താടാ, ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം, വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം പറയുന്ന താപനിലയെ കുറിച്ച് പറയാത്ത നിയമം ഏതാടാ, ബോയിൽ നിയമമാണ് അല്ലെ. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ പറയുന്ന, ടെമ്പറേച്ചർ സ്ഥിരമാക്കി നിർത്തുന്ന അഥവാ ടെമ്പറേച്ചറിൽ മാറ്റം വരാത്ത ലോ ഏതാണ്, അത് ബോയിൽസ് ലോയാണ്. ഓക്കെ, സി ചോദ്യം കേട്ടോ. 2 ATM മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 10 ലിറ്റർ വാതകം. മക്കളെ പ്രോബ്ലം ആണേ, ആ പ്രോബ്ലത്തിൽ പറയണേ ആദ്യത്തെ മർദ്ദം ആദ്യത്തെ പ്രഷർ P1 സമം 2 ATM ആണ്. ആദ്യത്തെ വ്യാപ്തം ആദ്യത്തെ വോളിയം V1 സമം 10 ലിറ്റർ ആണ്. താപനിലയിൽ വ്യത്യാസമില്ലാതെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, താപനില സ്ഥിരമാണ്. 20 ലിറ്റർ വ്യാപ്തമുള്ള, മക്കളെ രണ്ടാമത്തെ വ്യാപ്തം തന്നോടാ, V2 തന്നു, V2 എത്രേ 20 ലിറ്റർ തന്നു. സിലിണ്ടറിലേക്ക് മാറ്റിയാൽ പുതിയ മർദ്ദം, അപ്പൊ P2 ആണ് കാണാൻ ചോദിച്ചത്. പുതിയ മർദ്ദം പ്രഷർ P2 ആണ് കാണാൻ ചോദിച്ചത്. ഓക്കെ, നോക്കൂ ഇവിടെ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ മാർക്ക് നോക്കി മക്കളെ, 2 മാർക്കിന്റെ ചോദ്യമൊക്കെയാണ് നിങ്ങൾ എന്തായാലും പ്രോബ്ലം ആയിട്ട് തന്നെ അതിന് ഇക്വേഷൻ കൊടുത്ത്, നിങ്ങൾക്ക് അറിയാലോ ബോയിൽ നിയമത്തിന്റെ സമവാക്യം P1 × V1 സമം അഥവാ P1 V1 സമം P2 V2. ആദ്യം വാല്യൂസ് എടുത്ത് എഴുതുക, ഞാൻ ഇവിടെ പറഞ്ഞ പോലെ. എങ്ങനെ ചോദ്യം കിട്ടിയാൽ P1 താഴേക്ക് നോട്ട് എടുത്ത് എഴുതടാ. ഇങ്ങനെ P1 സമം 2 ATM അല്ലെ, V1 സമം 10 ലിറ്റർ, V2 സമം 20 ലിറ്റർ, P2 സമം ചോദ്യചിഹ്നം, അതാണ് കാണാനുള്ളത്. എന്നിട്ട് ഇക്വേഷൻ എടുത്ത് എഴുതാം. P1 എത്രയാണ്, ആദ്യത്തെ മർദ്ദം 2 × V1 ആദ്യത്തെ വ്യാപ്തം 10, ഈ സമം എന്നുള്ള അതേപോലെ ഇട്ടു. P2 എത്രയാടാ, തന്നിട്ടില്ല, കാണാൻ പറഞ്ഞ സാധനമാണ്. P2 × V2 എത്രയാണ്, പുതിയ വ്യാപ്തം 20 ലിറ്റർ അല്ലെ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പില് 2 × 10 20, 2 × 10 എത്രയാടാ 20. നമ്മൾ അവിടെ കാണാനുള്ള അവിടെ നിർത്തില്ല മക്കളെ, ചെയ്യാം. കാണാനുള്ള അവിടെ നിർത്തിയാൽ മതി, അനക്കണ്ട. അപ്പുറത്തും ഒപ്പമുള്ള സംഖ്യ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ 20നെ ഗുണിക്കണം എന്നുള്ള 20നെ സമത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. 20/20 സമം P2 എന്ന് പറഞ്ഞ മക്കൾ എത്രയാടാ, 20/20 എത്രയാടാ 1 ATM എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ആക്കി എഴുതി വെച്ചിട്ട് P2 സമം 1 ATM എന്ന് കിട്ടി. ഇനി മക്കളെ അതല്ലെങ്കിൽ നമ്മളെ ഉത്തരം സംശയം തീർക്കേണ്ട വളരെ സിമ്പിൾ ആയ അവസ്ഥ ഇവിടെ ഉണ്ട്. എങ്ങനെ, അതായത് 10 ലിറ്റർ വ്യാപ്തമുള്ള ഒരാളെ 20 ലിറ്റർ വ്യാപ്തമാക്കി മാറ്റി അല്ലെ, അഥവാ വ്യാപ്തം ഇരട്ടിയാക്കി. 10 ഉള്ളത് 20 ആക്കി, വ്യാപ്തം ഇരട്ടിയാക്കിയാൽ, വോളിയം ഇരട്ടിയാക്കിയാൽ പ്രഷർ മർദ്ദം നേരെ കുറയേണ്ട മക്കളെ, മർദ്ദം കുറയണ്ടേ. അപ്പൊ 2 ATM ഉള്ള ആള്, അഥവാ ഇത് നേരെ 2 കൊണ്ട് ഗുണിച്ചു ഇരട്ടിയാക്കിയെങ്കിൽ മറ്റാളെ 2 കൊണ്ട് ഹരിക്കണം അഥവാ പകുതിയാക്കണം. 2 ATM-ന്റെ 2ന്റെ പകുതി അല്ലടാ 1. നമുക്ക് കിട്ടിയ ഉത്തരം ശരിയല്ലേ, ആണ്. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. അല്ല മനക്കണക്കാക്കിയിട്ട് അതിനെ 10നെ 20 ആക്കി, അതിനെ ഇരട്ടിയാക്കി, അപ്പൊ നമ്മൾ 2ന്റെ പകുതിയാക്കണം, അപ്പൊ ആൻസർ 1 ATM എന്ന് മാത്രം എഴുതി വെക്കരുത്. അത് മാത്രമല്ല ഈ യൂണിറ്റ് കൃത്യമായി എഴുതണേ. നിങ്ങൾ ഈ സമവാക്യം ഈ പറഞ്ഞ ബോയിൽ നിയമത്തിലും ചാൾസ് നിയമത്തിലൊക്കെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ കാണുന്നത് P ആയിരിക്കും അല്ലെ, P2 പുതിയ മർദ്ദമായിരിക്കും, അല്ലെങ്കിൽ V2 പുതിയ വ്യാപ്തമായിരിക്കും, വോളിയമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന എന്തായിരിക്കും T2 പുതിയ ടെമ്പറേച്ചർ താപനിലയായിരിക്കും. നിർബന്ധമായിട്ടും കിട്ടിയ ഉത്തരത്തിന് യൂണിറ്റ് എഴുതണം. നിങ്ങൾ P2 ആണ് കണ്ടതെങ്കിൽ ATM എന്ന യൂണിറ്റ് ഉണ്ടാവണം. നിങ്ങൾ T2 ടെമ്പറേച്ചർ താപനിലയാണ് കണ്ടതെങ്കിൽ കെൽവിൻ എന്ന യൂണിറ്റ് ഉണ്ടാവണം. നിങ്ങൾ കണ്ടെത്തിയത് വ്യാപ്തം വോളിയമാണെങ്കിൽ ആ വോളിയത്തിന് അവിടെ ചോദ്യത്തിൽ കൊടുത്ത ആദ്യത്തെ വോളിയത്തിന്റെ യൂണിറ്റ് എത്രയാണോ അത് ലിറ്റർ ആവാം. നമ്മൾ മുമ്പ് ചെയ്ത കണക്കിൽ മില്ലി ഉണ്ടായിരുന്നു, മില്ലി ഇങ്ങനെ ML ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉത്തരത്തിൽ ML കൊടുക്കണം.
ഇവിടെ എന്താണോ കൊടുത്തത് അതേ സാധനമാണ് ഉത്തരത്തിന് കൊടുക്കുക. ക്ലിയർ അല്ല മക്കളെ? തെറ്റിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടാ, വളരെ സിമ്പിൾ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 1 GMM 1 GMM N2 എടാ 1 GMM എന്ന് പറഞ്ഞാൽ 1 മോളാർ മാസ് അഥവാ 1 മോളാർ മാസ് എന്ന് പറഞ്ഞാല് എന്താടാ 1 മോൾ. ചോദ്യം എന്താണ്? 1 മോൾ, ഒരു മോള് N2. മക്കളെ ഒരു മോള് N2 എന്നാണ് ചോദ്യത്തിൽ തന്നത് കേട്ടോ. അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ. മക്കളെ ഇവിടെ N2 എന്ന് മാത്രല്ല, ഏത് ഭൂമി ലോകത്തുള്ള വാതകം ആയിക്കോട്ടെ, ഏത് ഗ്യാസ് ആയിക്കോട്ടെ, N2, H2, CO2, NH3, സാധാരണ തരുന്നതൊക്കെയാണ്. ഇത് H2O2 N2 അല്ലെങ്കിൽ CO2 അല്ലെങ്കിൽ NH3, ഇതൊക്കെയാണ് സാധാരണ തരിക. ഏത് വാതകം എടുത്താലും ഒരു മോളാർ മാസ് അഥവാ 1 മോൾ ആണോ എങ്കിൽ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം 6.022 into 10⁻23 ആണ്. മക്കളെ തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യം, STPയിൽ സ്ഥിതി ചെയ്യുന്ന, STP ആണ്, ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും? ആയിക്കോട്ടെ, നമുക്കറിയാമല്ലോ അല്ലെ? ഒരു മോള് ഏത് വാതകമാണെങ്കിലും STPയിൽ 22.4 ലിറ്റർ ആയിരിക്കും. 34 ഗ്രാം NH3യുടെ STPയിലെ വ്യാപ്തം കാണുക. വല്ലാത്തൊരു ചോദ്യമായി അല്ലെ? അതായത് മക്കളെ, the volume of 1 mole of any gas at STP is 22.4 liter. What will be the volume of 34 gram NH3? എടാ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തരുട്ടത് ഒരു മോളാർ മാസ് NH3. എടാ ഒരു മോളാർ മാസ് ആണ്, ഒരു മോൾ അഥവാ NH യുടെ മോളിക്കുലാർ മാസ് 17 ആണ്, NH യുടെ മോളിക്കുലാർ മാസ് 17 ആണ് എന്ന് ചോദ്യത്തിൽ തരും. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയ മക്കളെ എഴുതുക. എങ്ങനെ എഴുതുക? എഴുതിക്കോളി മലയാളം മീഡിയക്കാരെ. 1 മോൾ NH3 ഈസ് ഈക്വൽ ടു, എടാ ഒരു മോൾ NH3യുടെ മാസ് എത്ര? ഒരു മോൾ ആണെങ്കിൽ അതിന്റെ മോളിക്കുലാർ മാസ് തന്നെ ആയിരിക്കൂലേ? അത് നിങ്ങളുടെ ചോദ്യത്തിലുണ്ട് കേട്ടോ. എത്രയാണ്? 17 ആണ്. അപ്പൊ ഒരു മോൾ NH യുടെ മാസ് എത്ര? 17 ഗ്രാം. നമുക്കിവിടെ തന്നത് 34 ഗ്രാം ആണ്. അപ്പൊ ആദ്യങ്ങള് ഈ STPയിലെ വ്യാപ്തം കാണുന്നതിന് മുമ്പ് മോള് കണ്ടുവെക്കുക. എഴുതിക്കൊള്ളി സമവാക്യം. എന്താ സമവാക്യം? നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം സമം. നമ്മുടെ ഷോർട്ടാക്കി മോൾ എന്ന് മാത്രം എഴുതണം കേട്ടോ. നിങ്ങള് മോളുകളുടെ എണ്ണം സമം തന്നെ എഴുതി വെക്കണേ. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു തന്നിട്ടുള്ള മാസ്, ഗിവൺ മാസ്, സമവാക്യം എഴുതണേ. തന്നിട്ടുള്ള മാസ്, ഇംഗ്ലീഷ് മീഡിയം ഗിവൺ മാസ്, ബൈ അതിന്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. അപ്പൊ തന്നിട്ടുള്ള മാസ് ബൈ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് എഴുതിയിട്ട് നമ്മൾ എഴുതണേ. തന്നിട്ടുള്ള മാസ് ചോദ്യം എന്ന് 34 അല്ലടാ, 34 ബൈ ഇതിന്റെ മോളാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ആണ് മക്കളെ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറഞ്ഞല്ലേ. ഓക്കെ, അത് എത്രയാണ്? 17. NH3യുടെ മോളിക്കുലർ മാസ് 17 ആണ്. അപ്പൊ ഉത്തരം എത്രടാ? 2 മോളിന്ന് കിട്ടി മക്കളെ. 2 മോളിന്ന് കിട്ടി. 2 മോളാണ്. 34 ഗ്രാം NH3 2 മോളാണ്. ഇനി നമ്മോട് ചോദിച്ചത് മോളിന്റെ എണ്ണല്ലല്ലോ, STPയിലെ വ്യാപ്തത്തില്ലേ? STPയിലെ വ്യാപ്തല്ലേ? അപ്പൊ നമ്മൾ അടുത്ത വരിയിൽ എഴുതുക. എങ്ങനെ? ഒരു മോള് NH3 എന്ന് പറഞ്ഞാല്, ഒരു മോള് NH3 എന്ന് പറഞ്ഞാല് എത്രയായിരിക്കൂടാ? STP 22.4 ലിറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എത്ര മോളാ? ഒരു മോളാണ് NH3 ഇവിടെ ഉള്ളത്, 2 മോളില്ലേ? അപ്പൊ നമ്മൾ എഴുതുന്നു എന്ത്? 2 മോള് NH3 എന്ന് പറഞ്ഞാൽ 2 മോള് NH3 2 ഇൻറ്റു 22.4 അല്ലേ? എന്ന് പറഞ്ഞ 44.8 ലിറ്റർ അല്ലേ മക്കളെ? 44.8 ലിറ്റർ അല്ലടാ. സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാസ് തന്നോട്ടെ അല്ലെങ്കിൽ തന്മാത്ര എന്ത് തന്നാലും ആദ്യങ്ങള് മോളിന്റെ എണ്ണാണ് കണ്ടുവച്ചാലേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാട്ടോ. ഓക്കെ, ദെൻ നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് പോവണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവട്ടോ. അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ്. 11 അമോണിയ നിർമ്മിക്കും 11ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന്റെ സമീകരിച്ച സമവാക്യം നൽകിയിരിക്കുന്നു. ഇത് അമോണിയ ഉണ്ടാവുന്ന സമവാക്യമാണ് ഈ കൊടുത്തിട്ടുള്ളത്. N2 + 3H2 gives 2NH3. N2 + 3H2 gives 2NH3. നൈട്രജൻ എന്ന ഗ്യാസും വാതകവും ഹൈഡ്രജൻ എന്ന ഗ്യാസും ഹൈഡ്രജൻ എന്ന വാതകവും കൂടി ചേർന്ന് NH3 അമോണിയ എന്ന വാതകം ഉണ്ടാകുന്നു. ഓക്കെ, എന്നിട്ട് ചോദ്യമാണ് 10 മോൾ നൈട്രജൻ. എത്ര മോളാ? 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം എന്നാണ് ചോദ്യം. മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ, ഈ ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പാടാ.
ഈ സമീകരിച്ച സമവാക്യം എന്താണ്? സമീകരിച്ച സമവാക്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യം എക്സാമിന് മക്കളെ ഉറപ്പാണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോളി. നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടാവൂല. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള മാർക്ക്, അതിനുള്ള ഉപകാരങ്ങൾ കിട്ടും. അപ്പൊ ഇവിടെ അമോണിയ ഉണ്ടാകുന്നതിന്റെ സമീകരിച്ച സമവാക്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്നാമത്തെ ചോദ്യം, 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര മോള് ഹൈഡ്രജൻ വേണമെന്നാണ് ചോദ്യം. 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം? ഇതാണ് ഈ ചോദ്യം. ഇതല്ലേ മക്കളെ സമവാക്യം? ഇതല്ലടാ സമവാക്യം? ഇതല്ലേ സമവാക്യം അല്ലേ? ആണ്. ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കുക. ഇതാണ് സമവാക്യം കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ 10 മോൾ നൈട്രജൻ ആണ്, ഇവിടെ ചോദിച്ചത് എത്ര മോൾ ഹൈഡ്രജന്റെ കാര്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ അന്ന് പറഞ്ഞ പോലെ സമവാക്യത്തിൽ എത്ര മോള് നൈട്രജൻ ഉണ്ടെന്ന് എഴുതടാ. സമവാക്യത്തിൽ നിങ്ങൾ N2 അല്ലടാ നൈട്രജൻ. N2 മുമ്പിൽ നമ്പർ ഒന്നും ഇല്ലല്ലോ. N2 മുമ്പിൽ നമ്പർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? 1 മോളാണ്. അപ്പൊ നമ്മൾ എഴുതുകയാണ് കേട്ടോ മക്കളെ. സ്റ്റെപ്പ് ഫസ്റ്റ് എഴുതിക്കൊള്ളാം. 1 മോൾ നൈട്രജൻ പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം മക്കളെ? ഹൈഡ്രജന്റെ കാര്യമാണ് ചോദിച്ചത്. നമുക്ക് ഇങ്ങനെ ഉത്തരം എഴുതുമ്പോൾ 2 കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബന്ധം വെച്ചാണ് ചോദ്യം. 1 മോൾ നൈട്രജൻ പ്രവർത്തിക്കാൻ ഇവിടെ എത്ര മോൾ ഹൈഡ്രജൻ വേണം? 3 മോൾ ഹൈഡ്രജൻ. 3 മോൾ H2 വേണ്ടേ? 3 മോൾ ഹൈഡ്രജൻ വേണം. ചോദ്യം ചോദിച്ചത് 1 മോൾ നൈട്രജൻ ആണോ? അല്ല, 10 മോൾ നൈട്രജൻ. അപ്പൊ അടുത്ത സ്റ്റെപ്പില് അങ്ങനെയാണെങ്കിൽ 10 മോൾ നൈട്രജൻ, 10 മോൾ നൈട്രജൻ ആണെങ്കിൽ മക്കളെ, എടാ ഈ 1 മോളിന് പകരം 10 മോളാക്കിയടാ. 1 മോളിനെ 1നെ 10 കൊണ്ട് ഗുണിച്ചു മക്കളെ. ഇവിടെ ഇതിന്റെ 10 ഇരട്ടി എടുത്തു. അപ്പോ എത്ര മോള് ഹൈഡ്രജൻ വേണമെന്ന് വെച്ചാൽ ഇതിന്റെ ഈ സംഖ്യയും 10 കൊണ്ട് ഗുണിക്കുക, ഈ സംഖ്യയും 10 ഇരട്ടിയാക്കുക. 3 × 10 എത്രടാ? 30 മോൾ H2 വേണം. ആൻസർ ഇതാ, 30 മോൾ H2 വേണം. 30 മോൾ H2 വേണം. ഓക്കെ, അതായത് 10 മോൾ നൈട്രജൻ ആണ് എടുക്കുന്നതെങ്കിൽ എത്ര മോൾ ഹൈഡ്രജൻ വേണം? 30 മോൾ ഹൈഡ്രജൻ ഈസ് റിക്വയർഡ്. സിമ്പിൾ അല്ലേ? എടാ ഇവിടെ ഇക്വേഷനിൽ എത്ര മോൾ ഉണ്ട് എന്ന് ആദ്യം എഴുതി വെക്കുക. അതിനെ എത്ര എത്ര കൊണ്ട് ഗുണിച്ചുവോ അതേ സംഖ്യ കൊണ്ട് നമ്മോട് കാണാൻ പറഞ്ഞ ഇവിടെ ഹൈഡ്രജൻ അല്ലേ, അതിനെയും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇവിടെ 10 കൊണ്ട് ഗുണിച്ചു, 10 ഇരട്ടിയാക്കി. അപ്പോൾ 3നെയും 10 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 30 മോൾ ആൻസർ കിട്ടി. സിമ്പിൾ ആട്ടോ. പരീക്ഷ ചോദിക്കുന്നുള്ള ഉറപ്പാണ് മക്കളെ. കളയരുത്, മാർക്ക് കളയരുത്. ഉറപ്പാണെന്ന് പറഞ്ഞ ചോദ്യങ്ങള് പഠിക്കാതെ പോകുന്നൊരവസ്ഥ മക്കളെ ഭയങ്കര സങ്കടമുള്ള സംഗതി ആട്ടോ. അപ്പൊ അതുകൊണ്ട് പഠിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ദെൻ ബി ചോദ്യം, 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ച ലഭിക്കുന്ന അമോണിയയുടെ അളവ്. എടാ അളവ് എന്ന് പറഞ്ഞാൽ മാസാണ്. ഓക്കെ, ഇവിടെ ബി ചോദ്യം, 10 മോൾ ഓഫ് നൈട്രജൻ ഇസ് ടേക്കൺ, വാട്ട് എമൗണ്ട് ഓഫ് അമോണിയ. എമൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് മാസാണ് കേട്ടോ. എന്താ കാണേണ്ടത് മക്കളെ? മാസാണ്. അളവ് എന്നൊക്കെ പറഞ്ഞാൽ മാസാണ് കാണേണ്ടത്. ഓക്കെ, ഇത് നമ്മളെ പുതിയ ടോപ്പിക് എന്നുള്ള ചോദ്യം കേട്ടോ. ഇത് പഴയ ചോദ്യപ്പേപ്പറിൽ കാണാൻ പറ്റൂല. കാരണം ഈ സമീകരിച്ച സമവാക്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യങ്ങൾ ടോപ്പിക് നമ്മൾ പുതിയ ടോപ്പിക് ഉൾപ്പെടുത്തിയാണ്. ചോദ്യം ഉറപ്പാണ്. അത് ഇനി അങ്ങനെ അപ്പുറത്തേക്ക് ഒരാളും പറയേണ്ട ആവശ്യമില്ല, ഉറപ്പുള്ള സംഗതിയാണ്. ഓക്കെ, അപ്പോ 10 മോൾ നൈട്രജൻ. അപ്പൊ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ നോക്കട്ടാ. നേരത്തെ പറഞ്ഞ പോലെ സമവാക്യത്തിൽ എത്ര മോൾ നൈട്രജൻ ആണ്? എഴുതിക്കോളി. ബിയുടെ ഉത്തരം എഴുതാൻ പോകട്ടാ. ബിയുടെ ഉത്തരം എഴുതാണ് എങ്ങനെ? സമവാക്യത്തിൽ 1 മോൾ നൈട്രജൻ ആണ്. 1 മോൾ N2. ഇവിടെ നമ്മള് അമോണിയയുടെ കാര്യമല്ലേ പറഞ്ഞ മക്കളെ. അപ്പൊ നമ്മൾ അപ്പുറത്ത് അമോണിയയുടെ കാര്യം പറയാണ്. 1 മോൾ N2 പ്രവർത്തിച്ചാൽ 2 മോൾ അല്ലടാ അമോണിയ ഉണ്ടാവുന്നത്, 2NH3 അല്ലേ. അപ്പൊ 1 മോൾ N2 ആവുമ്പോ എഴുതിക്കോളി മക്കളെ, 2 മോൾ NH3 ആണ് ഉണ്ടാവുക. ആണോ അല്ലേ? അല്ലേ? ആണ്. നമ്മോട് ചോദിച്ചത് 10 മോൾ അമോണിയന്റെ 10 മോൾ നൈട്രജനാ. ആയിക്കോട്ടെ, 10 എത്രയായാലും നമുക്ക് യാതൊരു പ്രശ്നമില്ലടാ. നമുക്ക് പേടിയില്ലല്ലോ അല്ലേ? ഇല്ല. 1 മോളിന് പകരം 10 മോൾ എടുത്തു. എടാ അങ്ങനെയാകുമ്പോ 2നെയും 10 കൊണ്ട് ഗുണിക്കാന്നേ. ഇവിടെ 10 ഇരട്ടിയിലാക്കിയത്, ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ. 2നെ 10 കൊണ്ട് ഗുണിച്ചെത്രയാടാ? 20 മോൾ NH3 ഉണ്ടാവുക മക്കളെ. 20 മോൾ NH3 ആണ്. നമുക്ക് എത്ര മോൾ അമോണിയ ഉണ്ടാവും എന്നല്ലല്ലോ ചോദിച്ചത്. അമോണിയയുടെ അളവല്ലേ. ഞാൻ പറഞ്ഞു അളവ് എന്ന് പറഞ്ഞ എന്താടാ? മാസാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇതാ ഇവിടെ അമോണിയയുടെ മോളിക്കുലാർ മാസ് 17 ആണെന്ന് തന്നിട്ടുണ്ട്.
അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതണം. എന്ത് എഴുതാണ്? 1 മോൾ അമോണിയ 1 മോൾ NH3 എന്ന് പറഞ്ഞാൽ അതിന് മോളിക്കുലർ മാസ് 17 ആവുമ്പോ 17 ഗ്രാം അല്ലടാ 1 മോൾ NH3 എന്ന് പറഞ്ഞാൽ, അല്ലേ? ആണ്. നമുക്ക് കിട്ടിയത് എത്ര മോളാടാ? 20 മോൾ അല്ലേ? അപ്പൊ നാലാമത്തെ വരിയിൽ കേട്ടോ 20 മോൾ 20 മോൾ NH3 ഈസ് ഈക്വൽ ടു, എടാ 1 മോൾ ആവുമ്പോ 17 ഗ്രാം. അപ്പൊ 20 മോൾ ആവുമ്പോ 20 × 17 സമം 340 ഗ്രാം. കിട്ടിയ മക്കളുടെ ഉത്തരം കിട്ടിയടാ. 340 ഗ്രാം ആണ് ബിയുടെ ഉത്തരം. അമോണിയയുടെ അളവ് എത്ര? 340 ഗ്രാം അമോണിയ ഉണ്ടാവും. 4 സ്റ്റെപ്പ് കൂടി നമ്മൾ കാര്യം പറഞ്ഞു. മക്കളെ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിൾ ആട്ടോ, ഉറപ്പാണ് കേട്ടോ പരീക്ഷക്ക്. ഇത് നമ്മൾ സി ചോദ്യത്തിലേക്ക് പോവാണ്. 140 ഗ്രാം നൈട്രജൻ പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന 140 ഗ്രാം നൈട്രജൻ പ്രവർത്തിച്ചാൽ എന്തൊന്നും വായിക്കട്ടാ. നമുക്ക് ഇനി അടുത്തത് ഞാൻ കൂടെ പറഞ്ഞു. എയും ബിയും ചോദ്യങ്ങളിൽ ആദ്യം തന്നെ മോള് തന്നിട്ടാണ് അപ്പുറത്ത് ചോദ്യം, അല്ലെ? മോള് തന്നിട്ടായിരുന്നു അപ്പുറത്ത് ചോദ്യം. എ ചോദ്യത്തിലും 10 മോൾ നൈട്രജൻ പ്രവർത്തിക്കാൻ എത്ര ഹൈഡ്രജൻ വേണമെന്ന ചോദ്യം. ബി ചോദ്യത്തിലും 10 മോൾ നൈട്രജൻ. അങ്ങനെ നമുക്ക് മോള് കണ്ടാൽ മതി അപ്പുറത്ത്. എന്നാൽ ഇവിടെ സി ചോദ്യം അങ്ങനെയല്ലടാ. 140 ഗ്രാം നൈട്രജൻ, അല്ലെ? 140 ഗ്രാം ഹൈഡ്രജൻ. 140 ഗ്രാം ഹൈഡ്രജൻ. ഓക്കെ, ഈ 140 ഹൈഡ്രജൻ മക്കൾ നൈട്രജൻ ആട്ടോ. ചോദ്യം ഒന്ന് തിരുത്തണേ, നൈട്രജൻ ആട്ടോ. 140 ഗ്രാം നൈട്രജൻ. ഇംഗ്ലീഷ് മീഡിയക്കാരെ ചോദ്യം നൈട്രജൻ ആക്കണേ. ഹൈഡ്രജൻ ആണെങ്കിൽ നൈട്രജൻ ആക്കണം. ഈസ് ടേക്കൺ, ഫൈൻഡ് ദ മാസ് ഓഫ് അമോണിയ ഫോംഡ് ഇൻ ദ റിയാക്ഷൻ. ഇതാണ് ചോദ്യം. 140 ഗ്രാം നൈട്രജൻ ആണ് എടുക്കുന്നതെങ്കിൽ കിട്ടുന്ന അമോണിയയുടെ മാസ് കാണുക. മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആദ്യമേ മാസ് തന്നിട്ടാണ് ചോദ്യമെങ്കിൽ 3 സ്റ്റെപ്പിലേക്ക് പോകണം. നേരെ മോള് കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല. എങ്ങനെ? നമ്മള് നൈട്രജന്റെ അവിടെ ചോദ്യത്തിൽ തന്നത് 140 ഗ്രാം എന്ന് നൈട്രജൻ തന്നത്. അപ്പൊ സമവാക്യത്തിലുള്ള നൈട്രജന്റെ മാസ് കണ്ടുവെക്കുക. നോക്കൂ മക്കളെ, സമവാക്യത്തിൽ 1 മോൾ N2 അല്ലേ? 1 മോൾ N2 അല്ലേ? 1 മോൾ N2 എന്ന് പറഞ്ഞാൽ N2ന്റെ മോളിക്കുലർ മാസ് 28 ആണ്. അപ്പൊ 1 മോൾ N2 എന്ന് പറഞ്ഞാൽ 28 ഗ്രാം അല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതട്ടാ. എന്ത്? എങ്ങനെ? സമവാക്യത്തിലുള്ള എഴുതാനേ 28 ഗ്രാം N2 പ്രവർത്തിച്ചാൽ, ഇവിടെ ആരെ ചോദ്യടാ? അമോണിയന്റെ അളവല്ലേ ചോദിച്ചത്? അമോണിയന്റെ അളവല്ലേ? അമോണിയ സമവാക്യത്തിൽ 2 മോളല്ലുള്ളത്. 2 മോളല്ലടാ, 2 മോള്. 2 ഇൻറ്റു അമോണിയുടെ മോളിക്കുലർ മാസ് 17 അല്ലേ? അപ്പൊ 2 × 17 എന്ന് പറഞ്ഞാൽ 34 അല്ലേ? അപ്പൊ 34 ഗ്രാം അമോണിയാണ് കിട്ടുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി. ഇനി നോക്കണേ, നമ്മൾ ചോദിച്ചിട്ടുള്ളത് 140 ഗ്രാം. 28 ഗ്രാം ആണ് സമവാക്യത്തിലുള്ള 28 ഗ്രാമേ ഉള്ളൂ. 140 ഗ്രാം ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇതിന് നമ്മൾ 1 ഗ്രാം ആക്കി മാറ്റണം മക്കളെ. 28 ഗ്രാം നൈട്രജന് പകരം നമ്മൾ 1 ഗ്രാം നൈട്രജൻ ആക്കുകയാണ്. അപ്പോഴോ ഈ 34നെ 28 കൊണ്ട് ഹരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 5 മിഠായിക്ക് 40 രൂപ. 5 മിഠായിക്ക് 40 രൂപ. എടാ 5 മിഠായിക്ക് 40 രൂപ. 5 മിഠായിക്ക് 40 രൂപ. 5 മുട്ടായിക്ക് 40 റുപ്യാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു മിഠായിയുടെ പൈസ കാണാൻ നമ്മൾ എന്താണ് ചെയ്യാ? ഈ 40 എന്ന ഇതിനെ 5 കൊണ്ട് ഹരിക്കൂലടാ, അതല്ലേ ചെയ്യാ. അപ്പൊ നമുക്ക് 8 റുപ്യാന്ന് കിട്ടൂലേ? അതേപോലെ മക്കളെ 28 ഗ്രാം N2 പ്രവർത്തിച്ചാൽ 34 ഗ്രാം അമോണിയ ഉണ്ടാവും. അപ്പൊ 1 ഗ്രാം നൈട്രജൻ ആണെങ്കിലോ 34/28 അത്രയും ഗ്രാം NH3 ആണ് ഉണ്ടാവുക. നമ്മൾ ഇവിടെ തന്നെ ഹരിച്ചുത്തരം കാണേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മക്കളെ, അവിടെ ഉത്തരം കാണേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ അടുത്ത സ്റ്റെപ്പില് നമ്മോട് ചോദ്യത്തിൽ ചോദിച്ച വാല്യൂലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇട്ട മക്കളെ, 140 ഗ്രാം N2 ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, എടാ 1 ഗ്രാം N2 പ്രവർത്തിക്കാൻ 34/28 അല്ല ആവശ്യം. അപ്പൊ 1 ഗ്രാം പ്രവർത്തിക്കാൻ 34/28 അല്ലേ? അങ്ങനെ എത്ര ഗ്രാം അപ്പൊ നമ്മൾ പറഞ്ഞത്? 140 കൊണ്ട് ഗുണിക്കുക. 34/28 ഗുണിക്കണം 140. മക്കളെ ഇത് ഇങ്ങനെ നോക്കിയാല് 28നെ 10 കൊണ്ട് ഗുണിച്ച എത്രയാടാ? ഒരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 0 ചേർത്താ പോരെ. അപ്പൊ 28നെ 10 കൊണ്ട് ഗുണിച്ച 250 അല്ലേ? മക്കളെ 250ന്റെ പകുതി അല്ലടാ ഈ 140. 250ന്റെ പകുതി എന്ന് പറഞ്ഞാൽ അപ്പൊ 250നെ 10 കൊണ്ട് ഗുണിക്കണ്ട, 28നെ 10 കൊണ്ട് ഗുണിക്കണ്ട, 28നെ 5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 140 കിട്ടും. അപ്പൊ 2 വെട്ടിപ്പോലെ മക്കളെ, വെട്ടിപ്പോലെ 5 കിട്ടി. അപ്പൊ 34 × 5. ഇവിടെ ആരാ ബാക്കിയുള്ളത്? 28 വെട്ടിപ്പോയില്ലേ? 140 വെട്ടിപ്പോയി, അവിടെ 5 ആയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ 34 ഇൻറ്റു 5, 34 ഇൻറ്റു 5 എത്രയാണ്? 34 ഇൻറ്റു 5 എത്ര? 4 5 20, 5 3 15 2 17, 170 ഗ്രാം എന്ന് ഉത്തരം കിട്ടി. അപ്പൊ ഇങ്ങനെ ആദ്യമേ മാസ് തന്ന് അതിന്റെ അപ്പുറത്തും മാസ് ചോദിച്ചാൽ 3 സ്റ്റെപ്പിൽ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് 2 സ്റ്റെപ്പിൽ ഒതുക്കാം. ഈ സ്റ്റെപ്പ് ഇല്ലാതെ 2 സ്റ്റെപ്പിൽ ഒതുക്കാം. എങ്ങനെ? നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കുക. എടാ 28നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ്? അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതിയിട്ടാ 28 ഗ്രാം N2 എന്നുള്ളത് സമവാക്യത്തിലുള്ള ഭാരാണല്ലോ, മാസാണല്ലോ, അത് നമ്മൾ എഴുതി. എന്നിട്ട് ചോദ്യത്തിൽ 140 തന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുക, 28നെ എത്ര കൊണ്ട് ഗുണിച്ചാലാ 40 കിട്ടുക? ഞാൻ പറഞ്ഞില്ലേ 28നെ 5 കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുള്ള 34നെയും 5 കൊണ്ട് ഗുണിക്കുക. 34 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 170, 34 ഇൻറ്റു 5 170. അങ്ങനെ 2 സ്റ്റെപ്പിൽ ഒതുക്കാം. അങ്ങനെ മാത്സിൽ കുറച്ച് വീക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവരിങ്ങനെ ഈ സ്റ്റെപ്പ് പോയി 2ാം സ്റ്റെപ്പ് പോയിട്ട് 3ാം. ഒരിക്കലും ഞാൻ പറയുന്ന മക്കളെ, ഈ ചോദ്യം 2 മാർക്ക് കുറഞ്ഞ് ചോദിക്കാറില്ലടാ. ഈ ചോദ്യം 2 മാർക്ക് കുറഞ്ഞ് ചോദിക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുക. ഏറ്റവും കുറഞ്ഞത് ഈ 2 സ്റ്റെപ്പെങ്കിലും വേണം. അതൊന്നും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് 28 28ന് 5 കൊണ്ട് ഗുണിച്ചാൽ 140, അപ്പൊ 34 പേപ്പറിന്റെ സൈഡിൽ മൂല ഇങ്ങനെ 34 ഇൻറ്റു 5 170 മാത്രം എഴുതിയിട്ടാൽ തരൂലടാ. നിങ്ങൾക്ക് 2 മാർക്ക് തരൂല, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള 2 മാർക്കിന്റെ ചോദ്യങ്ങളിൽ മിനിമം 2 സ്റ്റെപ്പെങ്കിലും എഴുതണടാ. 2 സ്റ്റെപ്പെങ്കിലും എഴുതിയാൽ 2 മാർക്ക് തരിക അല്ലെ? അപ്പൊ ആ 2 സ്റ്റെപ്പെങ്കിലും നിങ്ങൾ എഴുതണം. മാർക്ക് കൊണ്ടേ കാണാതെ നിങ്ങൾ 2 സ്റ്റെപ്പ് എഴുതാൻ അറിയണ്ടല്ലോ. കാരണം നിങ്ങൾ വേഗത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മാത്സിലുള്ള ബില്യൻസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒറ്റ പോയിന്റിൽ ഉത്തരം നേരെ 170 എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അപ്പൊ അറിയുന്ന സംഗതി ആയതുകൊണ്ട് അത് നിങ്ങളെ 2 സ്റ്റെപ്പിലെങ്കിലും മിനിമം എഴുതാം. അല്ലെങ്കിൽ മക്കളെ എങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പിൽ 1 ഗ്രാം ആക്കി മാറ്റി എഴുതിയിട്ട് അതിനെ എത്രയാണോ തന്നത് അത്രയും ഗ്രാം കൊണ്ട് ഗുണിച്ച് അങ്ങനെയും പോവാം. അതുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്പിൽ വിട്ടുവീഴ്ച കാണിക്കരുത് മക്കളെ. നിങ്ങൾക്ക് അറിയാണ്ടല്ലോ, നിങ്ങൾക്ക് അറിയും. അത്രയും ഈ ക്ലാസ് കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ കേട്ടിരുന്നിട്ടുണ്ട്, കുറെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയാം, ശരിയാണ്. പക്ഷെ അറിയുന്ന സംഗതി നിങ്ങൾ മാർക്ക് കുറയാൻ കാരണമാകുന്ന രൂപത്തിൽ എഴുതി വെക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 11 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത മക്കളെ. ഇനി നമ്മളിപ്പോ ഇത് 3ാമത്തെ പാർട്ടാണ്. ഇപ്പൊ നമ്മള് പോന്ന് SLC പരീക്ഷയുടെ 2022 മോഡൽ വരെ നമ്മൾ പോയി അല്ലെ? 2022 SLC മോഡൽ പരീക്ഷ വരെ പോയി. ഇനി നമുക്ക് 2021 2020 കൂടെ ഡിസ്കസ് ചെയ്താൽ നമ്മൾ 5 കൊല്ലത്തെ 10 ചോദ്യപേപ്പർ അല്ലെ, ഒരു കൊല്ല പരീക്ഷ SLC പരീക്ഷയും മോഡൽ എക്സാമും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മള് അടുത്തൊരു ക്ലാസ്സോട് കൂടെ നമ്മൾ ഈ ചാപ്റ്ററിലെ 10 ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്തിട്ടോ. അതുകൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത പരീക്ഷ എഴുതാൻ പറ്റും. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേടിയില്ല മക്കളെ. മോൾ കോൺസെപ്റ്റ്, മോൾ സങ്കല്പനം പ്രശ്നമേ അല്ല. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാൻ നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ ക്ലാസ് കേൾക്കാൻ ഇരുന്നാൽ നിങ്ങൾക്കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കഴിയും. നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് മക്കളുടെ, നമ്മളെപ്പോലെ ഒരുപാട് കുട്ടികൾ തന്നെയാണ് ഈ പാടക്കം ഫുള്ളായിട്ട് ആൻസർ ചെയ്യണം, A+ മാർക്ക് കിട്ടുന്നൊക്കെ അവർ തന്നെയാണ്. അവരൊന്നും വേറെ ഇതിനുകൊണ്ട് ഒരുപാട് കാര്യമൊന്നും ചെയ്യണില്ല. അവർ ശ്രദ്ധിച്ചിരുന്ന് മാർക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടും, ഐ ക്യാൻ എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ അവർ ക്ലാസ് കേട്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അപ്പൊ കുറഞ്ഞ ദിവസങ്ങളെ നമ്മളെ കൊല്ല പരീക്ഷയ്ക്ക് ഇനി വരാൻ കെടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദിവസങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളുമായി സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുമ്പിൽ പല വിഷയങ്ങളുടെയും ക്ലാസ്സുകളുമായി ഇനിയും മുന്നോട്ട് വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതിന്റെ ലിങ്ക് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ത്രൂ വാട്സപ്പ് നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നെഗറ്റീവായി തോന്നിയാൽ ആ കമന്റും രേഖപ്പെടുത്തിക്കോളി. നെഗറ്റീവ് മാത്രം രേഖപ്പെടുത്താൻ ചില ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും താല്പര്യമാണ്, ഓരോരുത്തരുടെയും എയിം എങ്ങനെ വെച്ചാൽ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.